ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ്. പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. ലഹരിക്കെതിരെ 1 മില്യൺ ഷൂട്ടും പ്രതിജ്ഞയും സംഘടിപ്പിച്ച പാഞ്ഞാൾ മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി. ഉദുവടി സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചേലക്കര സബ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. നടത്തുന്ന ഈ ഒരു കർമ്മപരിപാടിയുടെ ഉദ്ഘാടനം ക്ഷണിച്ചതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഒരു നന്ദിയാണ്. ഇതുള്ള പരിപാടികൾ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ലഹരിക്കെതിരെ നമ്മുടെ സർക്കാർ വകുപ്പും അതുപോലെ തന്നെ ഒരു പൊതുജന കൂട്ടായ്മയും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുവയ്ക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി ബോധവൽക്കരണ പരിപാടികളും മറ്റു നമ്മുടെ എൻഫോഴ്സ്മെൻ്റ് ആയാലും മറ്റു പ്രവർത്തനങ്ങളായാലും ഇതിലൂടെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥ നോക്കുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കേരളം ഇന്ത്യയിൽ തന്നെ മുൻനിരയിലാണ്. 2ാം സ്ഥാനത്താണ് നമ്മൾ ലഹരിയുടെ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കേരളം. പല വേദികളിൽ നിന്നും സംസാരിച്ചുള്ള കാരണം നമ്മൾ കേരളം എല്ലാ കാര്യങ്ങളും വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. മറ്റു സംസ്ഥാനങ്ങളുടെ ജനങ്ങളുടെ ജീവിതകാലം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും മികച്ച ജീവിതകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ മലയാളികൾ. അപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻപന്തിയിലെത്തുന്ന പോലെ തന്നെ ഇപ്പം ലഹരിയുടെ കാര്യത്തിലായാലും നമ്മുടെ യുവാക്കളായാലും യുവതിയുവാക്കൾ ഇതിൻ്റെ ഉപയോഗവും വിപണനവും വ്യാപനവും വ്യാപിച്ചുകൊണ്ടിരിക്കുക. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PM മുസ്തഫ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. പാഞ്ഞാൾ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് VI റസാഖ് തൊഴുപ്പാടം ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മുസ്ലിം ലീഗ് പാഞ്ഞാൾ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷരീഫ് ഉദുവടി, മറ്റ് യൂത്ത് ലീഗ് നേതാക്കൾ, പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ശരി. CCV ന്യൂസ്, പാഞ്ഞാൾ.